ഋതുസന്ധി എന്നത് ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതായത് വേനൽക്കാലത്തിന്റെ അവസാന ദിവസങ്ങളും വർഷകാലത്തിന്റെ ആദ്യ ദിനങ്ങളും ചേരുന്ന ഒരു സമയം. ഈ സമയത്ത് പൊതുവെ ശാരീരിക ബലവും അഗ്നിബലവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശരീരത്തിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഏറെ. ഇവിടെയാണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം. അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഇത്തരം മാലിന്യങ്ങളെ ശുദ്ധിയാക്കുക, ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യുക എന്നതാണ് കർക്കിടക ചികിത്സയുടെ ഉദ്ദേശം. ഓയിൽ മസാജ്, കിഴി, ധാര തുടങ്ങി പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ മോഡുലേറ്റ് ചെയ്യാനും അതോടൊപ്പം ശരീരത്തിന്റെ ദഹനശക്തി അഥവാ അഗ്നിബലം കൂടാനും സഹായിക്കാം. ഓരോ മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഓരോരുത്തരിലും കാണപ്പെടുന്ന അസുഖങ്ങളും വ്യത്യസ്തമായിരിക്കും. പ്രായമായവരിൽ പ്രത്യേകിച്ച് വാതികമായ വേദനകൾ പോലുള്ള, അതായത് സന്ധിവേദനകൾ പോലുള്ള അസുഖങ്ങളായിരിക്കും കൂടുതലായും കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോ ശരീരത്തിനും അനുയോജ്യമായ ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കർക്കിടക ചികിത്സയോടൊപ്പം ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ ഉറക്കം നിലനിർത്തുക എന്നതാണ്. അതായത് രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങി രാവിലെ 6 മണിക്ക് മുൻപ് ഉണരുന്ന ശീലം പതിവാക്കുക. അതോടൊപ്പം ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. ഭക്ഷണം പൊതുവെ ലൈറ്റ് ആയിട്ടുള്ളതും ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ളതും ദഹിക്കാൻ എളുപ്പമുള്ളതുമാണ് ഏറ്റവും നല്ലത്. ധാരാളം വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. രോഗങ്ങൾ വരാതിരിക്കാനായി ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.